അപ്പോൾ ഞങ്ങൾ റോഡുകളിലോട്ട് പോകുന്ന സമയത്ത് ഏകദേശം ഞങ്ങൾ ഓയൂർ വന്ന സമയവും ചേട്ടൻ കൊട്ടാരക്കരയിൽ നിന്ന് പാരിപ്പിലോട്ട് പോകുന്ന ആ റൂട്ടിൽ ഓയൂർ വരുന്ന സമയം ഏകദേശം ഒന്നായിരുന്നു. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന സമയത്ത് വരുമെന്ന്. അപ്പോൾ ഞങ്ങളുടെ ബസ്സിൻ്റെ തൊട്ട് ബാക്കിൽ വന്ന് നിർത്തി. നമ്മൾ 5 ബസ് ഒരു 5 മിനിറ്റെങ്കിലും ഓയൂർ ഇട്ടിട്ടല്ലേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് ജസ്റ്റ് കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ബസ്സിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 2 ബസ്സും പോകുമായിരുന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു പാപ്പിലോട്ട് ട്രാവൽ ചെയ്യണമെന്ന്. അപ്പോൾ തിരിച്ച് വരാൻ നേരത്തൊന്ന് കയറാമെന്ന് കരുതി. അങ്ങനെ ചുങ്കത്തറ എത്തിയപ്പോൾ വലത്തെ സൈഡോട്ട് ചേട്ടൻ പോവുകയും ചെയ്തു. ഞങ്ങൾ നേരെ അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ തിരിച്ചു വരുമ്പോൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 5:30 പാരിപ്പള്ളിയിൽ നിന്ന് ലാസ്റ്റ് ട്രിപ്പ് എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഞങ്ങൾ ഓയൂർ വന്നിട്ട് അവിടെ നിന്ന് നേരെ വണ്ടിയിൽ കയറിയാണ് ചെയ്തത്. നേരെ കൊട്ടാരക്കരയ്ക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങോട്ട് പോയിട്ട് ഒരുമിച്ച് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് 2 കൂടി ഒരുമിച്ച് ഞങ്ങൾക്ക് 3 കൂടി വീട്ടിലോട്ട് വരാം എന്ന് കരുതി. അങ്ങനെ ഐശ്വര്യ ഭയങ്കര സന്തോഷമായിരുന്നു. വണ്ടി കിടന്നിട്ട് അച്ഛാ കാ കീ എന്നൊക്കെ പറഞ്ഞ് വിളിക്കായിരുന്നു. എല്ലാവരും നോക്കി കളിയാക്കിയായിരുന്നു. കാരണം അടങ്ങിയിരിക്കുന്നില്ല. സാധാരണ കാർ ഓടിക്കാൻ നേരത്തെ അച്ഛൻ്റെ അടുത്ത് കാണിക്കുന്നതാണെങ്കിൽ ചെന്ന് ബസ്സിൽ കാണിച്ചാൽ അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അടങ്ങിയിരിക്കാൻ പറഞ്ഞ എവിടെയൊക്കെ പിടിച്ചിരുത്തി. പണ്ട് പ്രേമിക്കുന്ന സമയത്ത് പ്രൈവറ്റ് ബസ്സിലാണ് ഇങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ പോയിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങനെ പോകാനൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ചേട്ടൻ ലോങ് അല്ലേ ഓടുന്ന, സ്വിഫ്റ്റിൻ്റെ ലോങ് ബസ്സുകളായതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമുക്ക് പോകാനൊരു ചാൻസ് കിട്ടിയിട്ടില്ല. പിന്നെ നാളെ ലീവ് വേണമെന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് മാത്രം സാറ് സിംഗിൾ ഡ്യൂട്ടി ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. വേണോളം ഓടാൻ വേണ്ടിയിട്ട് ഓർഡിനറി ഓടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ എന്തായാലും ആ ഭാഗ്യം കിട്ടി. ഞങ്ങൾ നേരെ ഡിപ്പോയിലെത്തി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പോയി ഓപ്പോസിറ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാൽ മതി. അവർക്ക് ഡ്യൂട്ടി ക്ലോസ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. വണ്ടിയിൽ എണ്ണയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം, ഡ്യൂട്ടി ക്ലോസ് ചെയ്യണം, പേപ്പർ കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് നേരെ വണ്ടി ഇട്ടേക്കുന്ന സ്ഥലത്തോട്ട് പോയി കുറച്ച് അങ്ങോട്ട് നടക്കണമായിരുന്നു. ഓപ്പോസിറ്റ് സൈഡ് നടക്കണമായിരുന്നു. അങ്ങനെ പിന്നെ വണ്ടിയുടെ അടുത്തെത്തി. അങ്ങനെ നമ്മുടെ വ്ലോഗ് അവസാനിച്ചു. ഹാപ്പിയായിട്ട് ഞങ്ങൾ വണ്ടിയിൽ ട്രാവൽ ചെയ്തു. ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിൽ പോവാം. ടാറ്റാ.